അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പലരും സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലേ? പല ജീവികളെയും സ്വപ്നത്തിൽ കാണുന്നവരുണ്ട്. പാമ്പിനെ കാണുന്നവരുണ്ട്, സിംഹത്തിനെ കാണുന്നവരുണ്ട്, കഴുതയെ കാണുന്നവരുണ്ട്. ഇങ്ങനെ പല ജീവികളെയും സ്വപ്നത്തിൽ കാണാറുണ്ട്. എന്നാൽ ഒട്ടകത്തിനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒട്ടകത്തിനെ സ്വപ്നത്തിൽ കാണുന്നവരുമുണ്ട്. ഒട്ടകം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാറ് ഒട്ടകമുണ്ടാകൽ മരുഭൂമിയിലാണ്. അപ്പോൾ ഒരു യാത്ര ഉണ്ടാകുമെന്ന് നാം അനുമാനിക്കാറുണ്ട്. അങ്ങനെ അനുമാനത്തിൻ്റെ വ്യാഖ്യാനവും ചില സമയങ്ങളിൽ ശരിയാവാറുണ്ട്. ഒട്ടകം സാധാരണ കാണാറുള്ള മരുഭൂമിയിലായതുകൊണ്ട് തന്നെ മരുഭൂമിയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരു യാത്ര നാം അനുമാനിക്കാറുണ്ട് ഒട്ടകത്തെ സ്വപ്നം കാണുമ്പോൾ. എന്നാൽ മഹാനായിരിക്കുന്ന ഇമാം അബ്ദുൽ ഗനിയ്യൻ നാബൽസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഅബീറുൽ അനാം ഫി തഅബീരിൽ മനാം എന്ന കിതാബിൽ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത് കാണാൻ കഴിയും. അതിൻ്റെ 19-ാമത്തെ പേജിൽ മഹാനവറുകൾ പറഞ്ഞത് കാണാം. 6 കാര്യങ്ങൾ തദുല്ലു റുഇയത്തു ഫിൽ മനാമി, ഇബിൽ ഒട്ടകത്തിനെ സ്വപ്നം കാണുന്നത് അറിയിക്കും. അലത്താജി വൽ വഖാരി വൽ ഹൈബത്തി വൽ ഖുൻഇ അൽ അദാഇ വസ്സഫർ. ഇങ്ങനെ 6 കാര്യങ്ങൾ പറഞ്ഞത് കാണാം. കിരീടം ലഭിക്കുമെന്നും, അതേപോലെ തന്നെ ഹൈബത്ത്, വഖാറ്, നല്ല ഗാംഭീര്യത ഉണ്ടാകും. അതുപോലെ തന്നെ ഖുൻഇ, തടയും, ശത്രുക്കളെ തൊട്ട് തടയും, അല്ലെങ്കിൽ ശണ്ട കൂടുന്നത് തടയും എന്നൊക്കെ വേണമെങ്കിൽ അതിന് അർത്ഥം വെക്കാം. അതുപോലെ തന്നെ അഅദാ എന്ന് പറഞ്ഞതുകൊണ്ട് ശത്രു ഉണ്ട് എന്നും അതിനനുമാനിക്കാം. അതുപോലെ തന്നെ വസഫർ, യാത്ര ചെയ്യും എന്നും കാണാം. മഹാന്മാർ വിശദീകരിച്ചത് കാണാം. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നത് അവൻ സ്വപ്നത്തിൽ കാണുകയാണെങ്കിലാണ് അവനൊരു യാത്രക്ക് സാധ്യതയുണ്ട് എന്ന് അവൻ അനുമാനിക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത് എന്നും മഹാന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഏതായാലും ഒട്ടകം സ്വപ്നം കാണുമ്പോൾ ഈ 6 കാര്യങ്ങളാണ് അതിൻ്റെ വ്യാഖ്യാനമായി വരുന്നത്. അല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു തആല നല്ലത് മാത്രം ചിന്തിക്കാനും ചെയ്യാനും പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.